എല്ലാവർക്കും നമസ്കാരം. റോമാലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്, ഒരു വലിയ പാപത്തെക്കുറിച്ച് ദൈവം അവിടെ എഴുതി വെപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് ആ പാപം എങ്ങനെ ഉണ്ടായി എന്നും അത് എങ്ങനെയാണ് ഒരു വ്യക്തിയിലേക്ക് ആ പാപം കടന്നു വരുന്നതും എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് ആ റോമാലേഖനം 1-ാം അധ്യായത്തിനകത്ത് അവിടെ ദൈവാത്മാവിനാൽ വിശുദ്ധ പൗലോസ് വളരെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് ലോകത്തെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പാപത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് സ്ത്രീകളും പുരുഷന്മാരും സ്വാഭാവിക ഭോഗത്തെ വിട്ടിട്ട് അവർ സ്ത്രീയോടും പുരുഷനോടും അവലക്ഷണമായിട്ട് പെരുമാറും എന്ന് വെച്ചാൽ സ്ത്രീയോടും പുരുഷനോടും കാമം ജ്വലിച്ച് വേണ്ടാത്ത പ്രവർത്തികളിൽ ഏർപ്പെടുമെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്ന് ലോകത്തിൽ നമ്മൾക്കറിയാം, ഇന്ന് വളരെ പതുക്കെ അതിന്ന് ജനങ്ങളെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പാപമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾക്ക് വായിക്കുമ്പോൾ, ആ വചനഭാഗം വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും, ഇന്ന് നമ്മളൊക്കെ ആ പാപത്തിലൊന്നുമല്ല, നമ്മൾ വിശുദ്ധരുടെ കൂട്ടത്തിലാണ് എന്നൊക്കെ നമ്മളിന്ന് ധരിച്ചു വയ്ക്കുമ്പോൾ ഓർക്കുക, ആ പാപം എങ്ങനെയാണ് ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളതും അവിടെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതിനകത്ത് നിന്ന് ഇന്നത്തെ ആ ഒരു വചനഭാഗത്തിൽ നിന്ന് നമ്മൾക്കൊന്ന് ചിന്തിക്കാം. അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ് എന്താണ്, ഈ പാപത്തിലേക്ക് വീണ വ്യക്തികളെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അവരെ ദൈവം അവരെ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ നികൃഷ്ട ബുദ്ധി എന്ന് പറയുന്നത് ആരുടെയാണ്? അത് പിശാചല്ലേ. അപ്പോൾ പിശാചിനോട്ട് അവരെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് വ്യക്തമായിട്ട് സംസാരിക്കുന്നത്. ഇനി ദൈവം എന്തുകൊണ്ടാണ് അവരെ അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും അവിടെ വചനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ അനീതി പ്രവർത്തിക്കുന്നവർ എന്താണ്, അവർക്ക് ദൈവത്തിൻ്റെ സത്യത്തെക്കുറിച്ച് അവർക്കറിയാം, ഏതാണ് പാപമെന്നും പാപത്തിൻ്റെ ശിക്ഷ എന്താണ് എന്നുള്ളതുമൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇവരെന്താണ്, ആ പാപത്തെ ലഘൂകരിച്ചു വിടുക. എന്ന് വെച്ചാൽ ഒരു പാപം ചെയ്തിട്ട് അതൊന്നും കുഴപ്പമില്ല, അത് ദൈവം ക്ഷമിക്കുമെന്ന് അവരും അങ്ങ് വിശ്വസിക്കുന്നു. അതുകൂടാതെ മറ്റൊരാളോടും അത് തന്നെ പറയുന്നു, അങ്ങനെയൊന്നുമില്ല, ദൈവം അതൊക്കെ അങ്ങ് ക്ഷമിച്ചോളുമെന്ന് പറയുന്നു. ഇപ്പോൾ ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ പറയും. ഇന്നലെ ഞാനിട്ട് എൻ്റെ വീഡിയോയുടെ അടിയിൽ സഭാരാധനയെക്കുറിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു കമൻറ്റ്, ആ കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം ആ വ്യക്തിയോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് കുറേ വീഡിയോകളുടെ അടിയിൽ നമ്മൾക്ക് ഒരു അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോൾ നമ്മൾക്കറിയാം, എൻ്റെ കുറേ വീഡിയോകളുടെ അടിയിൽ വന്നിട്ട് അദ്ദേഹം ഒത്തിരി മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, അങ്ങനെയുള്ള ആളോടൊക്കെ മറുപടി കൊടുക്കാൻ പോയാൽ നമ്മുടെ കൃപയും കൂടെ പോകത്തുള്ളൂ. അതുകൊണ്ട് നല്ല നൈസായിട്ട് നമ്മുടെ ചാനലിൽ നിന്നേ അങ്ങ് ബ്ലോക്ക് ചെയ്ത് വിട്ടാൽ പിന്നെ വേറെ വിഷയമൊന്നുമില്ലല്ലോ എന്ന് കരുതി ഞാൻ ബ്ലോക്ക് ചെയ്ത് വിട്ടു. പക്ഷേ ആ കമൻറ്റ് ഞാൻ വായിച്ചിരുന്നു. അതിനകത്ത് ആ പുള്ളി എഴുതിയേൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ഒരു ചെറിയ പാപത്തിനൊക്കെ ശിക്ഷിക്കുന്ന ദൈവമാണോ നമ്മൾ ആരാധിക്കുന്ന ദൈവം? ആ ദൈവം അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം എഴുതി വെച്ചത്. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഞാൻ ആ ഒരു വിഷയമല്ല പറയുന്നത്, പൊതുവേ ഞാൻ പറയുകയാണ്. നമ്മൾ ഇന്ന് നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തിൽ നമ്മൾ വളരെ ആയിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ, എന്ത് പാപം ചെയ്താലും നമ്മൾ അതൊക്കെ ദൈവം ക്ഷമിക്കും എന്നുള്ള ഒരു വലിയ മൂഢസ്വർഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ പാപം എത്ര കടും ചുവപ്പാണെങ്കിലും ഞാനത് ഹിമം പോലെ വെളുപ്പിക്കും, അതൊക്കെ ദൈവം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നും ഞാൻ ഒരു വചനഭാഗത്ത് പോലും കാണാത്തൊരു കാര്യമാണ്, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന, റിപ്പീറ്റഡായിട്ട് ചെയ്യുന്ന പാപത്തിന് പാപക്ഷമ ലഭിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എവിടെയും ഞാൻ വായിച്ചിട്ടില്ല, ഞാനത് കണ്ടിട്ടുമില്ല. പക്ഷേ നമ്മളൊരു പാപം ചെയ്തു, അത് നമ്മൾ ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് കരുണ ലഭിക്കുമെന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്കറിയാം ഇത് പാപമാണെന്ന്, എന്നിട്ട് നമ്മളതിനെ അങ്ങ് ലഘൂകരിക്കുകയാണ്. എന്ന് വെച്ചാൽ സകല അനീതിയും ചെയ്തിട്ട് ദൈവം ക്ഷമിച്ചോളും, ഇത് കൃപായുഗമാണല്ലോ, അതുകൊണ്ട് ദൈവം, ഇന്നലത്തെ കമൻറ്റും അങ്ങനെയായിരുന്നു, കൃപായുഗമായതുകൊണ്ട് ചെറിയ ചെറിയ പാപങ്ങൾക്കൊന്നും ദൈവം ശിക്ഷിക്കത്തില്ല എന്നാണ് ആ വ്യക്തി എഴുതി വെച്ചത്. ഓക്കെ, അപ്പോൾ ഇന്നും അതുപോലെ തന്നെയാണ് പല ബന്ധുക്കസ്തുകാരും പല ക്രിസ്ത്യൻ സഭകളും ഇന്ന് അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. നമ്മൾക്കറിയാം, കത്തോലിക്കരെ എടുത്താലും അവരെന്താണ്, പാപം ചെയ്യുന്നു കുമ്പസാരിക്കുന്നു, പാപം ചെയ്യുന്നു കുമ്പസാരിക്കുന്നു, പാപം ചെയ്യുന്നു കുമ്പസാരിക്കുന്നു, കുർബാന സ്വീകരിക്കുന്നു. ഇത് തന്നെ ഇപ്പോൾ നമ്മളുടെ ബന്ധുക്കസ്തിലോട്ട് വന്നാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ പാപം ചെയ്യുന്നു,
ദൈവത്തോട് ഏറ്റുപറയുന്നു, കർത്തൃമേശ എടുക്കുന്നു. പാപം ചെയ്യുന്നു, ദൈവത്തോട് ഏറ്റുപറയുന്നു, കർത്തൃമേശ എടുക്കുന്നു. ഇതൊക്കെ തന്നെ ഇന്ന് നമ്മളുടെയൊക്കെ ജീവിതത്തിലും ഇന്ന് കടന്നുകൂടിയിട്ടില്ലേ എന്ന് നമ്മൾ ഇന്ന് ഒരു നിമിഷം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ദൈവത്തിൻ്റെ വചനം ഈ റോമാലേഖനം കൃപായുഗത്തിൽ എഴുതപ്പെട്ടതാന്നേ. കൃപായുഗത്തിൽ എഴുതപ്പെട്ട ലേഖനമാണ്. അതിനകത്താണ് ദൈവം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടെ അതൊന്ന് വായിച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്ന പാപത്തെ ലഘൂകരിക്കുക. നമ്മളതിനെ ലഘൂകരിക്കുക മാത്രമല്ല, മറ്റു പാപം ചെയ്യുന്ന ആൾക്കാരെയും കൂടെ ലഘൂകരിച്ച്, അവരുടെ പാപത്തെ ലഘൂകരിച്ച് അവരോട് സംസാരിക്കുകയും ചെയ്യുന്നതിനെ ദൈവം വെറുക്കുന്നു എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളവർ, അതായത് ദൈവത്തെക്കുറിച്ച് അവർക്കറിയാം, ദൈവത്തിൻ്റെ സത്യങ്ങളെക്കുറിച്ച് അവർക്കറിയാം, വചനം എന്ത് പറയുന്നു എന്നുള്ളതൊക്കെ അവർക്കറിയാം. എന്നിട്ട് അവർ ഇതുപോലെയുള്ള അനീതികൾ പ്രവർത്തിക്കുന്നു. അതൊരു ഭാഗത്ത്. ഇനി മറുഭാഗത്ത് എന്താണ്? അക്ഷയനായ ദൈവത്തെ ക്ഷയമുള്ള മനുഷ്യൻ്റെ രൂപമാക്കി അവർ മാറ്റുന്നു. എന്ന് വെച്ചാൽ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നു, അതിൻ്റെ മുൻപിലും വണങ്ങുന്നു. ഓക്കെ, നമ്മൾക്കറിയാം ദൈവത്തിൻ്റെ വെളിപാട് പുസ്തകം എല്ലാവരുടെയും കയ്യിലുണ്ടല്ലേ. നമ്മൾ അതിനകത്ത് ദൈവത്തിൻ്റെ ആ ഒരു രൂപത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലേ. എന്ന് വെച്ചാൽ ഒരു സൂര്യനെ പോലും, ഞാൻ മിക്ക വീഡിയോകളിലും പറയാറുള്ളതാണ്, ഒരു സൂര്യനെ പോലും അതിൻ്റെ പൂർണ്ണ പ്രഭയോടെ ഇന്ന് വരെ ലോകത്തിൽ ഒരു ചിത്രകാരനും വരച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ആ 7 സൂര്യനേക്കാൾ എന്താ പറയുക, ശോഭയേറിയ അല്ലേ, അതിനെ കഴിഞ്ഞും എന്താ പറയുക മഹത്വമുള്ള ദൈവത്തെ എങ്ങനെ നമ്മൾക്ക് വരയ്ക്കുവാനായിട്ട് കഴിയും? വരയ്ക്കുവാനായിട്ട് കഴിയില്ല. സാധാ ഒരു മനുഷ്യൻ്റെ പിക്ചർ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ മുൻപിൽ പോയിട്ട് ഇത് യേശുവാണ്, ഇത് ദൈവമാണ് എന്ന് പറഞ്ഞാൽ ദൈവം ക്ഷമിക്കുമോ? ദൈവം അതൊരിക്കലും ക്ഷമിക്കത്തില്ല. അതൊരു കൂട്ടർ. ഇനി മറുകൂട്ടരെ പറ്റി ഞാൻ ആദ്യം പറഞ്ഞത് എന്താണ്? നമ്മൾ പാപത്തെ ലഘൂകരിച്ച് കാണുക, മറ്റുള്ളവരുടെ മുൻപിലും നമ്മൾ എന്താണ് അവരുടെ പാപത്തെയും ലഘൂകരിച്ച് കൊടുക്കുക. എന്ന് വെച്ചാൽ ഇന്ന് കൃപായുഗമാണ്, ദൈവമെല്ലാം ക്ഷമിക്കും, ദൈവം ശിക്ഷിക്കത്തില്ല എന്ന് പറയുന്നു. എന്താണ്? ചെറിയ ചെറിയ പാപങ്ങളിലൊന്നും ദൈവം കോപിക്കുന്ന ദൈവമല്ല, ശിക്ഷിക്കുന്ന ദൈവമല്ല എന്ന് പറയുന്നു. ഇത് നിങ്ങൾ ആ റോമാലേഖനം 1-ാം അധ്യായം എടുത്ത് വായിച്ചു നോക്കി. ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൗലോസിനെയും കൊണ്ട് എഴുതി വെപ്പിച്ചിരിക്കുന്ന കാര്യമാണ് കേട്ടോ. ദൈവത്തിൻ്റെ വചനത്തിൽ കറക്റ്റായിട്ട് എഴുതി വെപ്പിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളത് എടുത്തൊന്ന് വായിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്താണ്? പാപം ഒന്നും കൂടെ കൂട്ടുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവർ, അതായത് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ലഭിച്ചിട്ട് വീണ്ടും പാപം ചെയ്യുന്ന വ്യക്തികൾ, അത് മറ്റുള്ളവരെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന വ്യക്തികളെ ദൈവം വെറുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വെറുക്കുന്ന വ്യക്തികളെ ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ്? അവരെ സ്വന്തം ശരീരത്തിൽ അവർ അപമാനിതരാകുവാൻ വേണ്ടിയിട്ട് അവർ, അല്ലേ, നമ്മളുടെ ശരീരം എന്താണെന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ശരീരത്തെ അപമാനിക്കത്തക്കവണ്ണം അവരെ എന്താണ് ദൈവം നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ ദൈവം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന വ്യക്തികളാണ് ഏതിൽ ചെന്ന് പെടുന്നത്? ഈ പാപത്തിൽ ചെന്ന് പെടുന്നത് അല്ലേ. നമ്മൾക്കറിയാം ഇന്ന് പലരും അതിനെ ലഘൂകരിക്കുന്നുണ്ട്, ന്യായീകരിക്കുന്നുണ്ട് അല്ലേ. അത് അവരുടെ ഹോർമോൺ ചേഞ്ചസ് ആണെന്ന് പറഞ്ഞിട്ടൊക്കെ ന്യായീകരിക്കുന്നുണ്ട്. ഒരു ഹോർമോൺ ചേഞ്ചസും അല്ല. അതിൻ്റെയൊക്കെ പിന്നിലുള്ള കാരണം എന്താണെന്നറിയാമോ? നമ്മൾക്കറിയാം ഈ ചില എന്താ പറയുക ഈ ബാച്ചിലേഴ്സ് താമസിക്കുന്നു അല്ലേ. നമ്മൾക്ക് ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മളുടെ കേരളത്തിലൊരു വിവാഹം നടന്നു, ഒരു ആണും ആണും തമ്മിലുള്ള വിവാഹം നടന്നു. അപ്പോൾ അവർ ഒന്നിച്ച് ഒരു രാജ്യത്ത് ഒന്നിച്ച് റൂംമേറ്റ്സ് ആയിട്ട് അവർ താമസിച്ചു കൊണ്ടിരുന്നിട്ട് അവിടെ അവരെന്താണ് അവരുടെ ആ ഒരു ശാരീരിക അഭിലാഷം നിറവേറ്റുവാൻ വേണ്ടിയിട്ട് അവർ തമ്മിൽ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നെ അതിൽ നിന്ന് മോചനം നേടുവാൻ കഴിയാതെ അവർ ആ ഒരു രീതിയിലേക്ക് വിവാഹത്തിലേക്ക് എത്തിച്ചേർന്നവരാണ്. അതുപോലെയുള്ള എല്ലാ കേസുകൾ എടുത്തു നോക്കിയാൽ അങ്ങനെ തന്നെയാണ്. ഇവർ ബാച്ചിലേഴ്സായിട്ട് ഒന്നിച്ച് താമസിക്കുന്നു. അവിടെ നിന്നും അവർക്ക് പറ്റിപ്പോയ പാപം അവർ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അതിന് ഹോർമോണിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഹോർമോൺ ചേഞ്ചസ് ആണെങ്കിൽ പോലും അതിനെ ചികിത്സിപ്പിച്ചാൽ ഇന്ന് ലോകത്തിലെ സകലമാന ചികിത്സകളും ലഭ്യമാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ദൈവത്തെ അറിഞ്ഞിട്ട് ആ പാപത്തെ ലഘൂകരിച്ച് ദൈവത്തെ ത്യജിച്ചു പോകുന്ന വ്യക്തികളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന നികൃഷ്ട ബുദ്ധിക്ക് ദൈവം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് അതിൽ നിന്നൊരു മോചനവും ദൈവം കൽപ്പിച്ചിട്ടില്ല. അവർ മരണയോഗ്യർ എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം എഴുതി വെച്ചിരിക്കുന്നത്. ഇനി അതുകൂടാതെ അവരുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരിൽ ആ ഒരു പാപം മാത്രമല്ല, അവരിലെ സകല തിന്മകളും അവരിൽ കുടിയിരിക്കുന്നുവെന്നും ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. ആ പാപങ്ങളൊക്കെ എന്താണ്? അതൊക്കെ മരണയോഗ്യമാണ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന റോമാലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കൃപായുഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ആ ഒരു കാര്യം നമ്മൾ മറന്നു പോകാതിരിക്കുക. അപ്പോൾ ഓർക്കുക, ഈ ഒരു പാപം ദൈവം ഒരിക്കലും ക്ഷമിക്കത്തില്ല. അതിന് പാപക്ഷമയില്ല, അവർക്കതിൽ നിന്ന് മോചനവുമില്ല എന്നുള്ളതും ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾക്കൊക്കെ ഉള്ളൊരു വാണിംഗ് എന്താണെന്നറിയാമോ? ഈ പാപത്തിലേക്ക് വീണു പോകുന്നത് എങ്ങനെയാണ്? ദൈവം ഈ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് ഇവർ ഈ ഒരു പാപത്തിൽ വീണത്. അത് ദൈവം ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള കാരണം എന്താണ്? നമ്മൾ സത്യമായ ദൈവത്തെ അറിഞ്ഞിട്ട്, ദൈവത്തെക്കുറിച്ചുള്ള സത്യം അറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്?
നമ്മളത് അത് സത്യമാണെന്ന് നമ്മൾ വിചാരിക്കാതെ, അല്ലെങ്കിൽ നമ്മളതിനെ ലഘൂകരിച്ച് ദൈവമെല്ലാം ക്ഷമിക്കും, കൃപായുഗമാണല്ലോ, ദൈവമെല്ലാം ക്ഷമിക്കുമെന്ന് പറഞ്ഞ് നമ്മളതിനെ ലഘൂകരിച്ചിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ചെറിയ ചെറിയ പാവങ്ങൾ, ആ പാവമല്ല വേറെ ചെറിയ ചെറിയ പാവങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയും അത് ചെയ്യുന്നവരോടും അതൊന്നും കുഴപ്പമില്ലെന്ന് ദൈവം ക്ഷമിക്കും കേട്ടോ, ഇന്ന് കൃപായുഗമല്ലേ, ദൈവം ക്ഷമിക്കുമെന്ന് മറ്റുള്ളവരോട് നമ്മൾ ഉപദേശം പറയുകയും ചെയ്യുമ്പോൾ ഓർക്കുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ കോപം നമ്മുടെ മേൽ ജ്വലിക്കുകയാണ്. ആ ഒരു അകൃത്യം തികഞ്ഞു കഴിയുമ്പോൾ ദൈവം എന്ത് ചെയ്യും? ദൈവം ഇന്ന് വീഴാതെ നിൽക്കുന്ന, അതായത് ഈ പാപത്തിൽ വീഴാതെ നിൽക്കുന്ന നമ്മളെ ഈ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുമെന്നുള്ള ഒരു വാണിങ്ങും കൂടെ ദൈവം അവിടെ നമ്മൾക്ക് തന്നിരിക്കുകയാണ്. ആ വ്യക്തികളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർക്ക് ദൈവത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ചവരാ, അവർക്ക് ദൈവത്തെക്കുറിച്ച് അറിയാം, സത്യത്തെക്കുറിച്ച് അറിയാം, എന്താണ് പാപം എന്താണ് നീതി എന്നുള്ളതും അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അറിഞ്ഞിട്ടവർ അതിനെ ലഘൂകരിച്ച് പാപം ചെയ്തവരെ നിങ്ങൾ ആ അധ്യായം എടുത്ത് വായിച്ചു നോക്കിക്കോ, അതിനകത്ത് അങ്ങനെ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഓർക്കുക, നമ്മൾ ഇന്ന് ഈ വല്ലാതെ ഈ ആത്മീയ കോളത്തിൽ വരെ ഇന്നത് കയറിയിട്ടുണ്ടല്ലേ, പല പല ന്യൂസുകൾ നമ്മൾ അവിടെയും ഇവിടെയൊക്കെ കേൾക്കുന്നുണ്ടല്ലേ. എന്താ പറയുക, ഇത് കഴിഞ്ഞിടയ്ക്ക് നമ്മൾ കേട്ടു ഒരു പാസ്റ്റർ ഒരു ചെറിയ ആൺകുട്ടിയെ പീഡിപ്പിച്ചെന്നുള്ള കേസൊക്കെ നമ്മൾ കേട്ടു അല്ലേ, വേറെ ന്യൂസുകളൊക്കെ കേട്ടു. അതിൻ്റെ സത്യമൊന്നും നമ്മൾക്ക് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഞാൻ ഈ ഒരു വചനഭാഗത്തിൽ നിന്ന് മാത്രമാണ് സംസാരിക്കുന്നത്. പിന്നെ ലോകത്തിൽ പലയിടങ്ങളിലും ആൾക്കാരിലേക്ക് ഈ പാപം പതുക്കെ പതുക്കെ പിടിമുറുക്കി വന്നിട്ടുണ്ട്. അതിനെ ന്യായീകരിക്കുവാൻ ഒരു കൂട്ടർ ഇറങ്ങിയിട്ടുണ്ട്. കോടതികളിൽ പോലും അതിനനുകൂലമായ വിധികളൊക്കെ നേടിയെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഇത് പതിയെ പിടിമുറുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വീണു പോകാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നന്നായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മളെയൊക്കെ വഴി നടത്തട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളോടൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ഇനി അതവിടെ നിൽക്കട്ടെ. ഈ ഒരു പാപത്തിൻ്റെ കാഠിന്യം എത്രയാണെന്ന് അറിയണമെങ്കിൽ നമ്മളുടെ പഴയ നിയമത്തിലോട്ട് പോകുമ്പോഴും നമ്മൾക്കറിയാമല്ലേ, നമ്മുടെ ലോത്തുണ്ടായിരുന്ന പട്ടണം ഏതായിരുന്നു? സൊദോം ഗൊമോറ അല്ലേ. അവിടെ എന്താ സംഭവിച്ചത്? അവിടുത്തെ ആ 2 പട്ടണങ്ങളെയും ദൈവം നശിപ്പിക്കുവാനുള്ള കാരണം എന്തായിരുന്നു? ഈ ഒരൊറ്റ പാപമായിരുന്നു. അവരുടെ മ്ലേച്ഛതകൾ അതിനകത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഒരൊറ്റ പാപം. അവിടെ ആ ദൂതന്മാർ ചെന്നപ്പോൾ പോലും അവരുടെ അടുത്ത് പോലും മോശമായിട്ട് പെരുമാറുവാനായിട്ട് ഇവർ ചെന്നു അല്ലേ, അവിടുത്തെ ജനങ്ങൾ ചെന്നു. അപ്പോൾ അവിടെയാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്? ആ പട്ടണത്തെ ദൈവം ഒരു കരുണ പോലും കാണിക്കാതെ നശിപ്പിച്ചു കളയുവാനുള്ള കാരണം എന്തായിരുന്നു? അവരുടെ ഈ ഒരു പാപമായിരുന്നു. അതായത് സ്ത്രീയോട് പുരുഷനോട് അവലക്ഷണമായി പെരുമാറുക എന്നുള്ള ആ ഒരു വലിയ വൃത്തികെട്ട പാപമായിരുന്നു ആ 2 പട്ടണത്തെ നശിപ്പിച്ചു കളയുവാൻ കാരണമായത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾക്ക് ദൃഷ്ടാന്തമായിട്ട് പഴയ നിയമത്തിൽ കിടപ്പുണ്ട്. ഇനി പുതിയ നിയമത്തിൽ അതിനെക്കുറിച്ച് ദൈവം വ്യക്തമായിട്ട് നമ്മൾക്ക് മുന്നറിയിപ്പും തന്നിട്ടുണ്ട്. ഇനി നമ്മൾ തന്നെ തീരുമാനമെടുക്കുക. ഓർക്കുക, നമ്മൾ ഓരോ പാപങ്ങളും ചെയ്യുമ്പോൾ അത് ദൈവസന്നിധിയിൽ നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. അത് ദൈവത്തിൻ്റെ വചനം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളത് ഉപേക്ഷിക്കുക. ദൈവം നമ്മളോട് കരുണ കാണിക്കും. ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിട്ട് ചെയ്യുന്ന പാപങ്ങൾക്ക് കരുണ ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിഞ്ഞുകൂടാ. അത് വചനത്തിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഇനി അത് ദൈവത്തിൻ്റെ കരുണയിൽ മാത്രം ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. ഓർക്കുക, നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ദൈവമേ, കൊടും പാപങ്ങളിലേക്ക് അല്ലേ, ഇത് ചെറിയ ചെറിയ പാപങ്ങളിൽ വീണിട്ട് അതിനെ ലഘൂകരിച്ച് മറ്റുള്ളവരോടും അതിനെ ലഘൂകരിച്ച് കൊണ്ടുപോയിട്ടാണ് എന്ത് സംഭവിച്ചത്? ഇന്ന് നമ്മൾക്കറിയാം, ന്യൂ ജനറേഷൻ ചർച്ചുകളിലൊക്കെ ഇന്ന് അതാ നടക്കുന്നത് അല്ലേ. പാപത്തെ ലഘൂകരിച്ചാണ് കാണിക്കുന്നത്. ഉപവസിക്കുമൊന്നും വേണ്ടെന്നേ, അതൊന്നും കുഴപ്പമില്ല, ദൈവമെല്ലാം ക്ഷമിക്കും. അതൊക്കെ ഇങ്ങോട്ട് അതിൻ്റെ 2ാമത്തെ അധ്യായത്തിലോട്ടൊക്കെ വരുമ്പോൾ ദൈവം വ്യക്തമായിട്ട് അവിടെ അതിനെക്കുറിച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് വായിക്കണം കേട്ടോ. വചനം നമ്മൾ വായിക്കണം. ഈ ദിവസങ്ങളിൽ വചനത്തോട് വായിച്ച് നമ്മൾ എന്താ പറയുക, വിശുദ്ധിക്ക് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക, നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുക എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ മറന്നു പോകരുത്. കാരണം ലോക സംഭവങ്ങളൊക്കെ ഏതാണ്ടൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. ദൈവത്തിന് മാത്രമേ സമയം അറിയത്തുള്ളൂ. പക്ഷേ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഏത് നിമിഷവും ഒരുങ്ങിയിരിക്കുവാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പാപങ്ങളിലേക്ക്, കാരണം ആ പാപത്തിലൊക്കെ വീണ് പോയി കഴിഞ്ഞാൽ അതിനകത്തുനിന്നൊരു മോചനമില്ല, അതിനകത്തുനിന്നൊരു എന്താ പറയുക, വ്യക്തികൾക്കൊരു മോചനം ഇല്ല എന്നും ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനത്തിനകത്തോട്ടൊന്നും ഞങ്ങളെ തള്ളിക്കളയരുതേ എന്ന് നമ്മൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനത്തോട്ട് വീഴുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളതും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വചനത്തിൽ അത് വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓർക്കുക, നമ്മൾ മറ്റുള്ളവരുടെ പാപങ്ങളെ ലഘൂകരിക്കാനായിട്ട് പോകണ്ട. നമ്മളുടെ പാപത്തെ നമ്മൾ ലഘൂകരിച്ച് കാണേണ്ട. ദൈവത്തിൻ്റെ മുൻപിൽ വലിയ പാപം ചെറിയ പാപം എന്നൊന്നുമില്ല. പാപം തന്നെയാണ്. പിന്നെ ചിലതിനെയൊക്കെ മരണയോഗ്യമായ പാപങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരിക്കലും ക്ഷമ കിട്ടാത്ത പാപങ്ങൾ എന്നുള്ളതും ദൈവത്തിൻ്റെ വചനത്തിലുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഒത്തിരി ഭയത്തോടെ മുൻപോട്ട് പോകുവാൻ ഓരോ ക്രിസ്ത്യാനികളും ശ്രമിക്കേണ്ടതാണ്. വിഗ്രഹങ്ങളുടെ മുൻപിൽ കുമ്പിടാതെ, വിഗ്രഹങ്ങളുടെ മുൻപിൽ ആരാധനയ്ക്ക് പോകാതെ. ഈ വിഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും എന്താണ്, ഈ കുറേ ദൈവത്തിൻ്റെ രൂപങ്ങൾ
മോഹങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് മാത്രമാണോ വിഗ്രഹം? അല്ല. ദൈവത്തിനെ കഴിഞ്ഞ് നമ്മളുടെ മനസ്സിൽ നമ്മൾ സ്ഥാനം കൊടുക്കുന്നത് എന്തും, അത് പണമാണോ, പ്രതാപമാണോ, ആഭരണമാണോ, വാഹനങ്ങളാണോ, എന്താണോ, അധികാരമോഹങ്ങളാണോ, എന്തുമാകട്ടെ, അതെല്ലാം വിഗ്രഹങ്ങളാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ ഈ അവസരത്തിൽ മറന്നു പോകരുത്. അതുകൊണ്ട് ആ വിഗ്രഹങ്ങളോട് നമ്മൾ അകന്നിരിക്കുവാൻ ഈ ദിവസങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവത്തിനെ കഴിഞ്ഞും എന്തെങ്കിലും സ്ഥാനം നമ്മളുടെ ജീവിതത്തിൽ എന്തിനെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മോചനം നമ്മൾ ദൈവത്തോട് പ്രാപിച്ചോണം. ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് അതിനായിട്ടൊക്കെ ഒരുങ്ങാം. ഒപ്പം എന്താണ്, നമ്മളുടെ അതിർത്തി രാജ്യങ്ങളിലൊക്കെ അല്ലേ, നമ്മളുടെ ഇന്ത്യയും ഇന്നൊരു വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുകയാണ്. അവിടെയും ദൈവത്തിൻ്റെ കരുണ വ്യാപരിക്കുവാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾക്ക് പറയുവാനും നമ്മൾക്ക് ഗാലറിയിലിരുന്ന് കൈയടിക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷേ അവിടെ നിസ്സഹായരായ ജനങ്ങളാണ് അതിനകത്ത് ബലിയാടാകുന്നതല്ലേ. നമ്മളുടെ ഭാഗത്തുനിന്നും പോയിട്ടുണ്ട്. ഇനി ഏത് അപ്പുറത്തെ രാജ്യത്തോട്ട് എടുത്താലും നിസ്സഹായരായ ജനങ്ങൾ ഒരു ഭാഗത്ത് അവിടെയുണ്ട്. ഇപ്പറയും നമ്മളുടെയും നിസ്സഹായരായ ജനങ്ങളുണ്ട്. അതുകൂടാതെ നമ്മളുടെ പട്ടാളക്കാരുണ്ടല്ലേ, അവർക്കും കുടുംബമുണ്ട്, അവരെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവരെ കാത്തിരിക്കുന്ന അവരുടെ പ്രിയപ്പെട്ടവരുണ്ട്, മാതാപിതാക്കന്മാരുണ്ട്. അവരെ കാത്തിരിക്കുന്നുണ്ട്. നമ്മൾക്ക് കൈയടിക്കാൻ എളുപ്പമാണ്, സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഇടുവാനൊക്കെ നമ്മൾക്ക് ഭയങ്കര എളുപ്പമാണ്, ആവേശം കൊള്ളുവാനൊക്കെ എളുപ്പമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കറുത്ത മുഖം അപ്പുറയുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കാതിരിക്കുക. അതുകൊണ്ട് നമ്മൾക്കൊക്കെ പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തും അയൽ രാജ്യങ്ങളിലൊക്കെ സമാധാനം ദൈവം കൊടുക്കുവാൻ വേണ്ടി ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അവൻ ലോകത്തിൻ്റെ അറ്റത്തോളം, ഭൂമിയുടെ അറ്റത്തോളം യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്ന ദൈവമാണല്ലേ. ആ ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന് മാത്രമേ അതിന് കഴിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾക്കത് ഈ ദിവസങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മളാരും നമ്മൾ ഒരാളെങ്കിലും ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കാനുണ്ടെങ്കിൽ അല്ലേ, സൊദോം ഗൊമോറയെ നശിപ്പിക്കുവാൻ വേണ്ടി പോയപ്പോൾ അബ്രാഹാം ദൈവത്തോട് ഇങ്ങനെ അതിനെക്കുറിച്ച് അല്ലേ, ദൈവത്തോട് ഇങ്ങനെ യാചിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തോട് ചോദിച്ചു, ഒരാളുണ്ടെങ്കിൽ നശിപ്പിക്കുമോ, അല്ലേ, കുറേ വന്നിട്ട് ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ നശിപ്പിക്കുമോ ദൈവമേ എന്ന് ചോദിച്ചപ്പോൾ ദൈവം ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ദേശത്തിൽ നീതിയോടെ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കാൻ ഒരാളെങ്കിലും ഉണ്ട് എങ്കിൽ ദൈവം ആ ദേശത്തെ നശിപ്പിക്കത്തില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് നമ്മളിലൊക്കെ നിക്ഷിപ്തമായിരിക്കുന്ന കടമയാണ് നമ്മളുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കടമയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.